ഡോക്ടർ മോഹൻ വർഗീസ്, എന്തായാലും അല്ല, ഇതിലൊരു ക്ലാരിറ്റി വരുത്തുന്നുണ്ട്. ഇപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചത് അതറിയാനുള്ള താല്പര്യമുണ്ട്. അതിൽ ഈ അവകാശവാദം ഉന്നയിച്ച കാന്തപുരം തന്നെയല്ലേ അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. രണ്ടാമത്തെ കാര്യം, നീട്ടിവെച്ചു എന്ന് നമുക്കൊക്കെ വാർത്ത ലഭിച്ചു. പക്ഷേ ഇനി വധശിക്ഷ എപ്പോഴാണ്, അത് തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയും പലർക്കും ഉണ്ട്. അതോ ഇത് അനിശ്ചിതമായിട്ട് ഇങ്ങനെ നീട്ടിവെച്ചതാണോ? ഇന്ന് ചില വിളിച്ച് പറഞ്ഞത്, അതായത് വധശിക്ഷയുടെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കണം എന്നൊരു റിക്വസ്റ്റ് ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, നിമിഷപ്രിയയുടെ അമ്മ അവിടെ യമനിൽ വീട്ടുതടങ്കലിലാണ് എന്നൊരു വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ നിജസ്ഥിതി കൂടി ഒന്ന് അന്വേഷിക്കണം, പരിശോധിക്കണം എന്ന ഒരു അപേക്ഷ കൂടി ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു കാര്യം ഉറപ്പാണ് ശ്രീ അനിൽ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യക്കാരായ ചിലരെല്ലാം ഇതിന് പിന്നിലുണ്ട്. ഈ വിഷയം രമ്യമായി പരിഹരിക്കപ്പെടണം, നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തോടൊപ്പം തന്നെ അങ്ങനെയൊന്നും ഉണ്ടാവരുത്, ഇത് പരമാവധി നീണ്ടുപോവുകയും അതിനിടയിൽ നിന്നുകൊണ്ട് പരമാവധി നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാം. അത് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്ന് ശ്രമിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് എടുക്കണം എന്ന് ശ്രമിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ചില വിഭാഗങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് തെളിയിക്കാൻ വ്യഗ്രതപ്പെടുന്നവരുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവലിൽ ചിതറി നിൽക്കുകയാണ് നിമിഷപ്രിയ വിഷയത്തിലെ ഈ അഭിപ്രായങ്ങൾ. ഇവിടെ നോക്കൂ, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രീ അനിൽ എന്നോട് ചോദിച്ചത്. ഒന്ന്, നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ ഈ പറയുന്ന വധശിക്ഷ നിർത്തിവെച്ചതിന്റെ പിന്നിലെ മെയിൻ കാറ്റലിസ്റ്റ് എന്താണ്? ഇത് ഈ ഘട്ടത്തിൽ ഊഹിക്കാൻ മാത്രമേ കഴിയൂ. ഒരു കാര്യം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അതായത് നിമിഷപ്രിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നിമിഷപ്രിയയുടെ അമ്മ തന്നെയാണ്, ശ്രീമതി പ്രേമകുമാരി. പ്രേമകുമാരി അവിടെയുണ്ട്, യമനിലുണ്ട്. പ്രേമകുമാരിയുടെ ഭാഗത്ത് നിന്ന് ഒരു പിടി റിക്വസ്റ്റുകൾ, അപേക്ഷകൾ, പരിഭവം, ഇതെല്ലാം തന്നെ യമൻ സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള അഡ്മിനിസ്ട്രേഷന് സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്ന് കരുതാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതിനെനിക്ക് പറയാനാവില്ല. അതുകൊണ്ടാണ് ആ നിമിഷപ്രിയയുടെ അമ്മ ആവശ്യപ്പെട്ടത് കൊണ്ട് ശിക്ഷ ഡിഫർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് അത് ഫ്രോസൺ ആക്കി വെച്ചിരിക്കുന്നു, ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനൗപചാരികമായ ഇടപെടലുകളുണ്ട്. ആ ഇടപെടലുകൾ തീർച്ചയായും യമൻ ഭരണകൂടം, യമന്റെ കോടതി സംവിധാനം, ഒരു ജുഡീഷ്യൽ കൗൺസിൽ ഉണ്ട്, ഭരണകൂടമുണ്ട്, അത് തന്നെ ചിതറി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ഒരു സെന്റിമെന്റ് പരിഗണിക്കാതിരിക്കാൻ ആവില്ല. ഇവിടെ ഈ മൂന്ന് ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, യമന്റെ നീതിന്യായ സംവിധാനം, അത് പൂർണ്ണമായി സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കാനാവില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, യമന്റെ സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു, പ്രസിഡന്റ് ഓഫ് യമൻ അത് റാറ്റിഫൈ ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ യമന്റെ പ്രസിഡന്റിനെ ഒരിക്കൽ റാറ്റിഫൈ ചെയ്ത ഒരു തീരുമാനം, അത് ഒരുപക്ഷെ പ്രത്യേക റിക്വസ്റ്റോടുകൂടി അത് പുനഃപരിശോധിക്കാൻ അവസരമുണ്ടോ എന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ യമന്റെ കോടതി സംവിധാനത്തിന് വേണമെങ്കിൽ ആ ശിക്ഷ വേണമെങ്കിൽ അത് ഡിഫർ ചെയ്യുകയോ മാറ്റിവെക്കുകയോ, അത് പൂർണ്ണമായി വിടുതൽ എന്നതല്ല, അതിനുള്ള ഒരുപക്ഷെ ഒരു പഴുതുണ്ടാവും. പക്ഷെ ആ ഒരു ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമ തീരുമാനം എടുക്കാനാവൂ. ആ അന്തിമ തീരുമാനം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫാമിലിയുടെ റോള് വരുന്നത്. അപ്പൊ ഒരുപക്ഷെ ആ ഘട്ടം വരെ എത്തി നിന്നിട്ടില്ല എന്ന് പോലും പറയാം. കാരണം ഇത് വീണ്ടും റൈറ്റ് ഫ്രം ദ ബിഗിനിങ്, ഒന്നുകൂടെ സ്ക്വയർ വൺ, അതിലൂടെ തീർച്ചയായും കേസ് പുനഃപരിശോധിക്കില്ല. പക്ഷെ കോടതിയുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ വീണ്ടും ഒരു പുനഃപരിശോധന ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല. അതുകൊണ്ട് ഇത് ആധികാരികമാണ്, ആത്യന്തികമാണ് എന്നൊക്കെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. 16-ാം തീയതി നടക്കേണ്ടുന്ന അല്ലെങ്കിൽ നിയമപരമായി അവർ പ്രഖ്യാപിച്ചിരുന്ന ആ ഡേറ്റ്, അതിന് മുൻപ് 14-ാം തീയതി തന്നെ യമന്റെ ഔദ്യോഗികമായ ഒരു ഭാഷ്യം ഉണ്ടായിരിക്കുന്നു, ഒരു കത്തിലൂടെ പറഞ്ഞിരിക്കുന്നു, ഈ ശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു. അതിനുശേഷമാണോ അതിനു മുൻപാണോ ശ്രീ AP
അബുബേക്കർ മുസലിയാർ, ഈ കാന്തപുരം മുസലിയാറിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചില നീക്കങ്ങൾ, അത് ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുരം എന്ന വ്യക്തി തീർച്ചയായും യമനിലെ ചില പൗരന്മാരുമായി, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹബീബുമായി സംസാരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഹബീബ് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു സാങ്കല്പിക കഥാപാത്രമല്ല ഷെയ്ഖ് ഹബീബ് എന്ന് ഓർക്കണം. അദ്ദേഹം പല പ്രാവശ്യം ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മർക്കസ് സന്ദർശിച്ചിട്ടുണ്ട്. കാന്തപുരത്തിന്റെ അതിഥിയായിരുന്നു. കാന്തപുരം അവിടെ പോയിട്ടുണ്ട്. തീർച്ചയായും അവർ തമ്മിലൊരു അന്തർധാരയുണ്ട്. ആ അന്തർധാര മതിയാവുമോ ഇങ്ങനെ ഒരു ശിക്ഷ ഡോക്ടർ മോഹൻ വർഗീസ്, അവിടെയാണ്, അതായത് ഈ രഹസ്യമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തുന്നതിന് പകരം കേന്ദ്ര സർക്കാരിനെ കൂടി അറിയിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഡയലോഗ് നടത്തിയിരുന്നെങ്കിൽ കുറെ കൂടി ഫലപ്രദമാകില്ലായിരുന്നോ? അത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ ചർച്ചയുടെ ഈ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. ഇവിടെ എവിടെയാണ് താളപ്പിഴ സംഭവിച്ചത്? ഇത് ജമ്പിങ് ദ ഗൺ എന്ന് പറയും. അതായത് കേന്ദ്ര സർക്കാരിന് രംഗത്ത് വരാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് പകരം നമ്മൾ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമ്പോൾ അത് എത്തി നിൽക്കുന്നത് എവിടെയാണ്? അതുകൊണ്ട് പൂർണ്ണമായ മോചനം സാധ്യമായി എങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഫുൾ ക്രെഡിറ്റ് കാന്തപുരം ത്തിന്റെ പ്രവർത്തനം കൊടുക്കാൻ സാധിക്കും. ഇതൊരു ക്രെഡിറ്റിന്റെ വിഷയമല്ല. ഇപ്പോഴും ഒരു രാജ്യമാണ്, ഒരു രാജ്യത്തിന്റെ പൗരയാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പൗരയാണ് ശ്രീമതി നിമിഷപ്രിയ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറഞ്ഞാലും ഒരു മോചനം മറ്റൊരു രാജ്യത്തെ ഒരു ഇന്ത്യൻ സിറ്റിസൺ തടവിലാണെങ്കിൽ മോചിപ്പിക്കുമ്പോൾ അനൗപചാരികമായ എന്തെല്ലാം ഉണ്ടെങ്കിലും ആ അനൗപചാരിക സംഭാഷണങ്ങൾ എല്ലാം തന്നെ എത്തി നിൽക്കേണ്ടത് ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക, കളം ഒരുക്കുക. ആ കളം ഒരുക്കി കഴിയുമ്പോൾ അവിടെ കുറച്ചുകൂടി ഔപചാരികമായ ഒരു ഘടന അവിടെ വരികയാണ്. അതാണ് ഗവൺമെന്റൽ തിങ്. ഇപ്പോൾ അത് വൈകി ഉദിച്ച വിവേകം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ തനിക്കൊറ്റയ്ക്ക്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്കോ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ ഒറ്റയ്ക്ക് ഈ മോചനം സാധ്യമാക്കി നിമിഷപ്രിയയെ നാട്ടിലെത്തിക്കാനാവില്ല എന്ന വൈകി വന്ന ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിന്റെ ഫലമായി ഇപ്പോൾ ഇതാ പറയുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 2 പ്രതിനിധികൾ കൂടി ഉണ്ട് എങ്കിൽ കാര്യങ്ങൾ ഉഷാറാകും. ഈ ബുദ്ധി നേരത്തെ എന്തേ തോന്നിയില്ല? തീർച്ചയായും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്ലാൻ ഉണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അറിയാമല്ലോ. തീർച്ചയായും ഒരു ഗവൺമെന്റൽ ഇന്റർവെൻഷൻ വേണ്ടിവരും. അത് തീർച്ചയായും യമൻ, അത് ശരിയാണ്, യമന്റെ ഇപ്പോഴത്തെ നിലവിലെ ഭരണകൂടവുമായി നേരിട്ട് സംസാരിക്കാനാവില്ലല്ലോ. ഈ പല അന്താരാഷ്ട്ര നെഗോസിയേഷൻസും ഡീലുകളും എല്ലാം തന്നെ സംഭവിക്കുന്നത് അനൗപചാരികമായ ആയി എത്തിച്ചേരുന്ന ധാരണകളെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ഔപചാരിക നയതന്ത്രം എന്നത്. അപ്പൊ ഇത് എപ്പോഴും ട്രാക്ക് 2 എപ്പോഴും ഓപ്പൺ ആണ്. അത് യമനുമായും ഓപ്പൺ ആണ്. അവിടെ എത്രയോ പൗരന്മാരുണ്ട്. യമന്റെ ഇപ്പോഴത്തെ ഹൂതി ലീഡർഷിപ്പിലെ പലരും തീർച്ചയായും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുമായി സംസാരിക്കാവുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അവിടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത് അവർ മാത്രം വിചാരിച്ചാൽ യമനുള്ളിലെ ഒരു ഘടനയുണ്ട്. അതൊരു ട്രൈബൽ ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് ട്രൈബൽ അഫിലിയേഷൻ ആൻഡ് ലോയൽറ്റി, അത് തുച്ഛീകരിച്ചുകൊണ്ട്, അത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് യമന്റെ നിയമവ്യവസ്ഥയോ യമന്റെ ഭരണകൂടത്തിന്റെ തീരുമാനങ്ങളെയോ കാണാനാവില്ല. അതുകൊണ്ടാണ് അവരെ സ്വാധീനിക്കുന്ന ട്രൈബൽ ചിഫ്റ്റൻ അവരോട് സംസാരിക്കാൻ ഉചിതരായ ആളുകളാണ് തീർച്ചയായും ഈ സൂഫി വര്യന്മാർ. അത് തീർച്ചയായും നമുക്ക് ആ ഒരു ആനുകൂല്യം അവിടെ കൊടുക്കേണ്ടതുണ്ട്. കാരണം അവരുമായി സംസാരിച്ച് മനസ്സെറ്റ് ചെയ്യുന്നു. കാരണം തലാലിന്റെ ബ്രദറിന്റെ പ്രധാന പ്രശ്നം എന്താണ്? തന്റെ സഹോദരൻ വധിക്കപ്പെട്ടിരിക്കുന്നു. നിമിഷപ്രിയ അതിൽ മുഖ്യ പ്രതിയാണ്. യമനിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച പ്രമാദമായ കേസാണ്. നമ്മളിവിടെ കൂടത്തായി ജോളി, ആ ജോളിയെ കാണുന്ന ഒരു കേരള സമൂഹത്തിന് ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട ആളുകൾ, ഷെറിൻ, ഇപ്പോൾ മോചിതയായ ഷെറിൻ, കാരണപ്രവധ കേസിലെ പ്രതിയായ ഷെറിൻ, അതും അല്ല എങ്കിൽ മറ്റൊരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങളിൽ പ്രതി ചേർക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവരെക്കുറിച്ചുള്ള ഒരു പൊതുവികാരം കേരളത്തിൽ ഉള്ളതിന് സമാനമായ ഒരു വികാരം നിമിഷപ്രിയ വിഷയത്തിൽ, നിമിഷപ്രിയക്കെതിരെ യമനിലുണ്ട്. അതുകൊണ്ട് ഒരു തലാൽ പ്രതിനിധാനം ചെയ്ത മെഹദി ഗോത്രം, മെഹദി ഗോത്രത്തിന്റെ ഒരു അഭിമാനം വ്രണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു അഭിമാനം വ്രണപ്പെട്ടാൽ ബ്രദറിനോട് ചോദിക്കുകയാണ്, താൻ ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട്, ദിയാധനം സ്വീകരിച്ചുകൊണ്ട് തന്റെ സഹോദരനെ കൊന്നവൾക്ക് മാപ്പ് കൊടുത്തല്ലേ എങ്ങനെ ജീവിക്കാൻ പറ്റും, എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും? അതുകൊണ്ട് ദിയാധനം എന്നൊക്കെ പറയുമ്പോൾ 100 വട്ടം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
അതൊക്കെ സാധിക്കും, സംഭവിക്കും. അത് അല്ല, അത് പിന്നാലെ മാത്രമല്ല, സംഭവിക്കേണ്ട കാര്യമാണ്. ആകാശത്ത് നിന്ന് പ്രവാചകന്മാർ ഇറങ്ങി വന്നാൽ പോലും ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നമ്മുടെ തലാലിന്റെ ഏക സഹോദരൻ. പ്രതീക്ഷ തലാലിന്റെ സഹോദരൻ ആ, പിന്നെ ഈ അബ്ദുൾ ഫത്ത ഈ ചില കാര്യങ്ങളൊക്കെ എങ്കിലും മാറ്റി മറിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു നെഗോസിയേഷൻ ഉണ്ടായി എന്ന രീതിയിൽ ഏതാനും ദിവസം മുമ്പ് കുറിപ്പിട്ടിരുന്നു എന്നത് കൂടി ചേർത്ത് വായിക്കണം. ഇപ്പോൾ പറയുന്നു അങ്ങനെ യാതൊരു നെഗോസിയേഷനും ഉണ്ടായില്ല. അന്ന് ഉണ്ടായി എന്ന് പറയുന്ന ഒരു 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 ചർച്ചയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണെന്ന രീതിയിലാണ് ഇപ്പോൾ വൈകി കമന്റ് ഇട്ടിരിക്കുന്നത്. യെസ്. അതുകൊണ്ട് എന്താണ്, അദ്ദേഹം വലിയ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന കാര്യം, കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന പല ചർച്ചകളും ഈ സമ്മർദ്ദത്തിലാക്കുന്ന തലാലിന്റെ ഫാമിലിയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഈ ഔപചാരിക സ്റ്റേറ്റ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ സാമുവൽ ജെറോമിന്റെ ഇടപെടലാണെങ്കിലും ശരി, കാന്തപുരം സാഹിബിന്റെ ഇടപെടലാണെങ്കിലും ശരി, മറ്റ് വ്യക്തികൾ ഇടപെട്ടതൊക്കെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. ചില സംഘടനകൾ ഇടപെട്ടത് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. ഒരു സ്റ്റേറ്റ് ആക്ടർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രംഗത്ത് വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു കേസിന് അല്ലെങ്കിൽ ഒരു ഒരു ഔപചാരിക, ഇനി യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻവോൾവ് ആകാതെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അറിവോ സമ്മതമോ പ്രയത്നമോ ഇല്ലാതെ ഏതെങ്കിലും ഒരു തടവുകാരൻ ലോകത്ത് എവിടെ നിന്നെങ്കിലും മോചിപ്പിക്കപ്പെട്ട് ഇന്ത്യയിൽ എത്തിയതായി എനിക്കറിവില്ല, എന്റെ അറിവിലില്ല. അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ്. അത് എന്റെ അറിവിലില്ല. പക്ഷെ ഒരുപക്ഷെ യമനിലെ, ഇപ്പോൾ നമ്മൾ പറയുന്നത് യമൻ എന്ന രാജ്യത്തെ സവിശേഷമായ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു രീതിയിലും എത്തിപ്പെടാനാവാത്ത ഇടങ്ങളിലേക്ക് മനസ്സുകളെ സ്വരുക്കൂട്ടണമെങ്കിൽ ഒരുപക്ഷെ അനൗപചാരിക ഇടപെടൽ ഉണ്ടാകണം. അത് എനിക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചു തരാം. അനൗപചാരികമായ ഇടപെടൽ ഉണ്ടാകണം. അനൗപചാരിക ഇടപെടലുകൾ ഔപചാരിക തീരുമാനങ്ങളെ അതിനുള്ള വഴി ഒരുക്കുന്നതിനുള്ള മാർഗമായി മാത്രമേ എനിക്ക് കാണാനാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ആരുടെ ഭാഗത്ത്, കാന്തപുരം ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സുമനസ്സുകളുടെയും അല്ലെങ്കിൽ എല്ലാ നല്ല ചിന്തയ്ക്കും നമവാകം എന്നെനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് ആത്യന്തികമല്ല. അൾട്ടിമേറ്റ്ലി അതിന് സ്ഥിരീകരണം ഉണ്ടാകേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നാണ്. കാരണം ആ രാജ്യത്ത് നിന്ന് ഒരു വിമാനത്തിൽ കയറ്റി നിമിഷപ്രിയയെ ഇന്ത്യയിൽ എത്തിക്കണം എങ്കിൽ അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് അൾട്ടിമേറ്റ്ലി ഷുഡ് ബി ഇൻവോൾവ്. അല്ല എങ്കിൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ക്രെഡിറ്റുകൾ ഏറെ ക്രെഡിറ്റുകൾ വാരിക്കൂരി നമുക്ക് നൽകാം. അവരുടെ എല്ലാം തക്കപ്പെട്ട മതമാണ് എന്ന് നമുക്ക് പറയാം. അവരൊന്നും മനഃപൂർവ്വമായി ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയല്ല എന്ന് അവർ പറയുമ്പോൾ അതിനെയും കുറെയൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷേ one thing is for clear: the government of India has agents all around the world. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഒരുപാട് ആളുകൾ ഈ വിവിധ ഭൂഖണ്ഡങ്ങളിൽ, ആഫ്രിക്കൻ ഭൂഖണ്ഡം, ഏഷ്യയുടെ വിവിധ ഭാഗങ്ങൾ, പാകിസ്ഥാൻ ഉൾപ്പെടെ, ബംഗ്ലാദേശിൽ ഉൾപ്പെടെ, അമേരിക്കയിൽ ഉൾപ്പെടെ, കാനഡയിൽ ഉൾപ്പെടെ, യൂറോപ്പിൽ ഉൾപ്പെടെ, ബ്രിട്ടനിൽ ഉൾപ്പെടെ അവർ എലിമിനേറ്റഡ് ആകുന്നത് ഒരുപക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു മാറി വന്ന ചിന്ത കൊണ്ടാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ദേശീയ താല്പര്യം, ദേശീയ സുരക്ഷ പരിഗണിച്ചുകൊണ്ട്, ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാവുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരുണ്ട് എന്നോർക്കണം. ഇത് രണ്ടാം ട്രാക്ക് 2 ആണ്. അത് ഞാൻ പറയുന്ന അജ്ഞാതരുടെ കൊലപാതകം എന്ന ഒരു ലളിതയുക്തിയിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. അത് പോസിറ്റീവായ കൊലപാതകങ്ങളല്ല, മോചനത്തിന് വേണ്ടിയും ശ്രമിക്കുന്നത് യമനിലെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യമനിലെ പൗരന്മാർ ഭാരത സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന, ഗവൺമെന്റുമായി അനൗപചാരികമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രയത്നം ഇവിടെ സ്വാംശീകരിക്കപ്പെടണം. അവരൊരിക്കലും ഈ ലെറ്റർപാഡുമായി രംഗത്ത് വന്ന് അവരാരും ക്ലെയിം ചെയ്യാൻ പോകുന്നില്ല. അവർക്കൊന്നും ഒരു മുഖവും ഉണ്ടാവില്ല, ഒരു മുഖവുമില്ല, ഒരു പേരും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇല്ല എന്ന് നമുക്ക് പറയാനാവില്ല. ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ തീർച്ചയായും അതൊക്കെയാണ് ഒരു രാജ്യത്തിന്റെ ആർജവം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത്, രാജ്യത്തിന്റെ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്. എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദി സിസ്റ്റം എൽസ്വെയർ, ഇതാണ് രാജ്യത്തിന്റെ ശക്തി. അത് പ്രയോഗിക്കേണ്ട ഒരു അവസരമാണ്. നിമിഷപ്രിയ മോചിപ്പിക്കപ്പെട്ട് നാട്ടിൽ എത്തട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ എത്തിയാൽ തീർച്ചയായും കതിരും പതിരും തെളിയുന്ന ഒരവസ്ഥ ഉണ്ടാകും. അന്ന് നമുക്ക് മനസ്സിലാകും, ഇതിന്റെ നാൾ വഴികൾ മനസ്സിലാകും. ക്രെഡിറ്റ് എടുത്തവരൊക്കെ എന്തായിരുന്നു അവർ ചെയ്തത് എന്നത് വ്യക്തമായി ബോധ്യമാക്കുന്നത് ആ നിമിഷത്തിൽ മാത്രമായിരിക്കും. പല കാര്യങ്ങളിലും വ്യക്തത ഇല്ല
എന്നുള്ളതാണ്. ആ ഇടപെട്ട ആളുകൾക്ക് പോലും അതിൽ വ്യക്തത വരുത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രേക്ഷകൻ കൂടി പ്രതികരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഡോക്ടർ സുരേഷ് ബാബു, പാലക്കാട് നിന്ന്. ഡോക്ടർ സുരേഷ് ബാബു, താങ്കളുടെ അഭിപ്രായം പങ്കുവെക്കാം. അനിൽജി നമസ്കാരം. ഞാനിപ്പം ചാനലിൽ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ള രണ്ട് കാര്യങ്ങളൊന്നും ഇതാണ്. ഇപ്പൊ നിമിഷപ്രിയയുടെ ഈ കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത് തന്നെ ഇപ്പൊ 15-ന് ആ വധം നടന്നു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുമായിരുന്നില്ലല്ലോ. എങ്ങനെയാണ് അത് നീട്ടിവെക്കപ്പെട്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അത് നീട്ടിവെക്കപ്പെട്ടത് എന്നുള്ളതാണ്. രാജ്യത്ത് നിയമവും മറ്റു കാര്യങ്ങളും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ ഈ നിമിഷയുടെ ഈ വധം 15-ന് നടക്കാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? എത്ര ദിവസത്തേക്കാണ് നീട്ടിവെച്ചത്? ഇങ്ങനെയുള്ളൊരു അന്വേഷണം നമ്മുടെ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ട്, ഈ ബ്ലഡ് മണി വാങ്ങിച്ച് ഇത്തരത്തിലുള്ള മോചനം നടത്തുന്നത് സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രങ്ങളിലൊക്കെ പതിവാണെങ്കിൽ തന്നെയും ഇത്തരത്തിലുള്ള വിനിമയം ഈ പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ അനുമതികൾ ഉണ്ടായിട്ടുണ്ടോ എന്ന രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. പിന്നെ ഈ പബ്ലിസിറ്റിയിൽ ഇപ്പൊ ഒരാളെ ഇടപെട്ടുകൊണ്ട് നിമിഷയുടെ മോചനം സാധ്യമാവുകയാണെങ്കിൽ അതില് രാജ്യം തോറ്റെടുത്ത് ചില ആളുകൾ ജയിക്കുന്നു എന്നുള്ള ആ സ്ലോഗൻ ഒന്നും ഉണ്ടാക്കിയത് ആ വിഭാഗത്തിന്റെ പ്രത്യേക അജണ്ടയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടോ? ഒരാളുടെ മോചനം എന്നുള്ള രീതിയിൽ ഇപ്പം യൂസുഫ് അലി സാറൊക്കെ പല കാര്യങ്ങളിലും ഇടപെടുന്നത് പോലെ സാധ്യതയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ ജീവൻ രക്ഷിക്കുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടേ എന്നുള്ള ചോദ്യം കൂടി ഞാൻ ഉയർത്തുകയാണ്. യെസ്, ഡോക്ടർ സുരേഷ് ബാബു, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്.